കൊല്ലം പുനലൂർ പോലീസ് സ്റ്റേഷനിൽ തീ കൊളുത്തി ജീവനൊടുക്കാൻ ശ്രമിച്ച യുവാവ് ആദിവാസി ഉന്നതിയിലെ സുരേഷാണ്. ശരീരത്തിൽ തീ കൊളുത്തിയ ശേഷം സ്റ്റേഷനിലേക്ക് ഓടിക്കയറിയത്. 90% പൊള്ളലേറ്റ യുവാവിന്റെ നില ഗുരുതരമായി തുടരുന്നു. ഷമീർ അബ്ദുൾ ചേർന്നു. ഷമീർ, എന്താണ് വിവരങ്ങൾ? എന്താണ് ഇങ്ങനെ ഒരു പ്രവൃത്തിക്ക് പിന്നിൽ? ശാമിലി, അല്പസമയം മുമ്പാണ് ഈ പുനലൂർ പോലീസ് സ്റ്റേഷനിൽ അത്യധികം നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. പോലീസ് സ്റ്റേഷൻ സാധാരണ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കുന്നു, ആളുകൾ എത്തുന്നു. അപ്പോഴാണ് ഒരു യുവാവ് ആ പരിസരത്ത് നിന്നും കയ്യിൽ കരുതിയിരുന്ന മണ്ണെണ്ണ ശരീരത്തേക്ക് ഒഴിച്ച് തീ കൊളുത്തിയ ശേഷം സ്റ്റേഷനുള്ളിലേക്ക് ഓടിക്കയറിയത്. അപ്പോൾ തന്നെ പോലീസുകാർക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാകാതെ അയാളെ വേഗത്തിൽ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തിയെങ്കിലും ശരീരത്തിൽ ഏതാണ്ട് 90% പൊള്ളലേൽക്കുകയും ചെയ്തു. പിന്നീട് ആ സ്റ്റേഷന്റെ വരാന്തയിൽ ഇയാളുടെ ഈ ആദിവാസി ഉന്നതിയിലെ സ്വദേശിയായ സുരേഷിൻ്റെ ഭാര്യയും അതുപോലെ അവരുടെ ബന്ധുവും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ആ യുവതി പറയുന്നത് തൻ്റെ ഭർത്താവാണ് ഇത്തരത്തിൽ ഈ ശരീരത്ത് തീ കൊളുത്തിക്കൊണ്ട് സ്റ്റേഷനുള്ളിലേക്ക് കയറിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു കുടുംബ പ്രശ്നമായിരുന്നു. അതായത് ഇയാൾ മദ്യപിച്ച ശേഷം ആ വീട്ടിലേക്ക് എത്തി. ഇയാൾക്ക് കുഞ്ഞു കുട്ടികൾ മൂന്ന് പേരുണ്ട്. അവരെ മർദ്ദിക്കും. അതിനുശേഷം ഈ ഭാര്യയെ മർദ്ദിക്കും. അങ്ങനെ കഴിഞ്ഞ ദിവസം ഒക്കെ ക്രൂരമായ മർദ്ദനത്തിനിരയായി. ഇതിനുശേഷം ഭാര്യ ഒരു പരാതി പുനലൂർ പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്നു. ആ പരാതി അന്വേഷിക്കാൻ പോലീസ് ഇത്തരത്തിൽ ഇയാളെ വിളിച്ചു വരുത്തുകയായിരുന്നു. വിളിച്ചു വരുത്തിയ ഇയാൾ സ്റ്റേഷന്റെ കോമ്പൗണ്ടിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഇയാൾ കയ്യിൽ കരുതിയിരുന്ന ഈ മണ്ണെണ്ണ ശരീരത്തിലേക്ക് ഒഴിച്ചുകൊണ്ട് ഈ സ്റ്റേഷനുള്ളിലേക്ക് ഓടിക്കയറുകയായിരുന്നു. പോലീസ് വളരെ പണിപ്പെട്ടുകൊണ്ടാണ് ഇയാളുടെ ശരീരത്ത് പടർന്നു പിടിച്ച് തീ അണയ്ക്കാൻ ശ്രമിച്ചത്. പക്ഷേ പൂർണ്ണമായും ആ തീ അണയ്ക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. അതിനുശേഷം ഇയാളെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും ജീവൻ അപകടത്തിലാണെന്ന് കണ്ടുകൊണ്ട് തന്നെ അവിടുന്ന് വേഗത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇയാളെ അയച്ചിരിക്കുകയാണ്. എന്തായാലും പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് ഏതാണ്ട് 90% പൊള്ളൽ ഇയാളുടെ ശരീരത്തിൽ ഏറ്റിട്ടുണ്ട്. അതായത് ഒരു സ്റ്റേഷനുള്ളിലേക്ക് ഒരാൾ തീ കൊളുത്തി അകത്തേക്ക് കയറുക, സ്റ്റേഷനുള്ളിൽ അത്രത്തോളം ഒരു ആശങ്കാജനകമായ സാഹചര്യം ഉണ്ടാക്കുക, അങ്ങനെ സ്റ്റേഷനുള്ളിൽ തന്നെ അയാൾ വീഴുകയും സ്റ്റേഷനുള്ളിലെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വളരെ വേഗത്തിൽ ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നാണ് പറയുന്നത്. എന്തായാലും അവരുടെ ഭാര്യയുടെ അടക്കം പ്രതികരണം വന്നിട്ടുണ്ട്. ആ ഭാര്യ പറയുന്നത് ഈ മർദ്ദനവുമായി ബന്ധപ്പെട്ടൊരു പരാതി ഇയാൾക്ക് നൽകിയിട്ടുണ്ട്. ഇതിനു മുമ്പും ഇയാൾ ഇത്തരത്തിൽ ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുള്ള ആളാണ് എന്ന് ആ ഭാര്യ ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പോലീസ് വിശദമായ വിവരങ്ങൾ ശേഖരിക്കുകയാണ്. സ്വാഭാവികമായും ഒരു പരാതി പോലീസിന് ലഭിച്ചു കഴിഞ്ഞാൽ ആ പരാതി അന്വേഷിക്കാൻ പോലീസ് ആ പരാതി ഉള്ളയാളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തും. അത്തരത്തിലൊരു വിളിച്ചു വരുത്തൽ മാത്രമേ അവിടെ പോലീസ് നടത്തിയിട്ടുള്ളൂ എന്നാണ് പുനലൂർ പോലീസിലെ അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇയാൾ എന്തിനാണ് ഇത്തരത്തിലൊരു കൃത്യം നടത്തി സ്റ്റേഷനുള്ളിലേക്ക് കയറിയത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും കയ്യിൽ കരുതിയ മണ്ണെണ്ണ കുപ്പി അടക്കമുള്ള കാര്യങ്ങൾ ആ പരിസരത്തൊന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും വളരെ അത്യധികം ദാരുണമായ ഒരു സംഭവമാണ് പുനലൂർ പോലീസ് സ്റ്റേഷനിൽ നടന്നിരിക്കുന്നത്. എന്തായാലും ഇയാളെ വളരെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തീ വളരെ വേഗത്തിൽ പടരുകയാണ് എന്ന് പോലീസ് പറയുന്നത്. അതായത് അത്രയധികം മണ്ണെണ്ണ ഇയാൾ കരുതിയിരുന്നു. അതിനുശേഷം അത് ശരീരത്തിൽ ഒഴിച്ച ശേഷം ഒന്നാമത് വലിയ ചൂടുള്ള ഒരു പ്രദേശം, അത്തരത്തിൽ ചൂടുള്ള സമയത്ത് ഇത്തരത്തിൽ ദേഹത്തിലേക്ക് ഈ തീ കൊളുത്തി വളരെ വേഗത്തിൽ സ്റ്റേഷനിലേക്ക് ഓടിക്കയറുകയും ചെയ്തു. എന്തായാലും അയാളുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും അതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചിരിക്കുന്നത്. 90% പൊള്ളലേറ്റ ഇയാളെ രക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യ വിദഗ്ധർ നോക്കുന്നത്. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എത്തിയ ശേഷം മാത്രമേ ഇയാളുടെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് വ്യക്തമാകും. അല്പസമയം മുമ്പാണ് ഈ നാടകീയ സംഭവം പുനലൂർ പോലീസ് സ്റ്റേഷനിൽ നടന്നത്. ഷാമിലി. ശരി ഷമീർ.